നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയന് ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. 3-ാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് പിണറായിയെക്കാളും എം വി ഗോവിന്ദനേക്കാളും മറ്റേത് CPM നേതാവിനേക്കാളും ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതും ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. പിണറായിയുടെ ശക്തിയും ആത്മവിശ്വാസവും എല്ലാം യഥാർത്ഥത്തിൽ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. പിണറായി എപ്പോൾ പ്രതിസന്ധിയിലാവുന്നോ അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പിന്തുണയുമായി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചാടിയിറങ്ങും. അങ്ങനെ പിണറായിയുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും പിന്നിൽ വെള്ളാപ്പള്ളി നടേശനാണ്. പിണറായിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നയാളും എല്ലാ പ്രതിസന്ധിയിലും ആത്മവിശ്വാസവും കരുത്തും പകർന്നു നൽകുന്നയാളും വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പകുതി തമാശയായും കാര്യമായും മാധ്യമങ്ങളടക്കം പറയാറുള്ളത്. അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയന്റെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ അദ്ദേഹത്തിന്റെ ഇടതുവശത്തിരുന്നാണ് ആ പരിപാടിക്ക് വെള്ളാപ്പള്ളി എത്തിയത്. അയ്യപ്പ സംഗമത്തിന് പ്രചോദനം നൽകിയതും അതിന്റെ വിജയത്തിനായി കാര്യമായി അധ്വാനിച്ചതുമെല്ലാം വെള്ളാപ്പള്ളി നടേശനായിരുന്നു. പിണറായിയുടെ ഒരു ലെഫ്റ്റനന്റ് പോലെ അല്ലെങ്കിൽ വലം കൈയായി നിന്നാണ് കഴിഞ്ഞ 9 വർഷമായി സാക്ഷാൽ വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ഇതാ മലക്കം പറഞ്ഞിരിക്കുകയാണ്, തകിടം പറഞ്ഞിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെയും ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. CPM-ഉം പിണറായിയും അന്തം വിട്ടുപോയി ഈ നിലപാട് കണ്ടപ്പോൾ. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അതിൽ തുടർന്നുണ്ടായ വീഴ്ചയും അതിന്റെ കെടുകാര്യസ്ഥതയ്ക്കെല്ലാം ഉത്തരവാദി ബോർഡും സർക്കാരുമാണെന്നാണ് ഇപ്പോൾ സാക്ഷാൽ വെള്ളാപ്പള്ളി പറയുന്നത്. ബോർഡിന്റെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥതയും പ്രാപ്തിക്കുറവുമാണ് ശബരിമലയെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്നും വലിയ തോതിലുള്ള മാഫിയയും കള്ളന്മാരുമാണ് ശബരിമലയെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയും എല്ലാം നയിക്കുന്നതെന്നും ഇതിനൊരു അറുതി ഉണ്ടാവേണ്ടതുണ്ടെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു പിന്തുണയും കൊടുക്കാൻ, ഈ വിവാദത്തിൽ സർക്കാരിന് ഒരു പിന്തുണയും കൊടുക്കാൻ ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, സർക്കാരിന്റെയും ബോർഡിന്റെയും വീഴ്ചകളെ അദ്ദേഹം ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ഇത്രയും നാൾ കഴിഞ്ഞ 9.5 വർഷമായി തന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് പിണറായി വിജയനും CPM സർക്കാരും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഇതാ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പെട്ടെന്ന് തന്നെ മലക്കം പറഞ്ഞിരിക്കുകയാണ്, ചുവട് മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് 3 മാസവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 6 മാസവും മാത്രം ബാക്കിയുള്ളപ്പോഴാണ് എക്കാലവും തന്റെ കൂടെ വിശ്വസ്തനായി ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ കരുതിയ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനും സർക്കാരിനുമെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ അല്ലെങ്കിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലെല്ലാം സർക്കാരിനെയും ബോർഡിനെയും പ്രതികൂട്ടിൽ നിർത്തുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. സർക്കാരിനും ബോർഡിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ശബരിമലയിൽ ഇത്തരം മാഫികളെ വളർത്തുന്നതിൽ ഇവർക്കെല്ലാം പങ്കുണ്ടെന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് മാത്രം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ BJP എന്ത് ആഗ്രഹിക്കുന്നുവോ ഏതാണ്ട് അതേ ചാനലിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശബരിമല വിഷയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്നും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും സർക്കാരിന്റെയും ബോർഡിന്റെയും വീഴ്ച മറച്ചുവെക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്. ശരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ പതിയെ BJP-യുടെയും RSS-ന്റെയും ലൈനിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതി ഇപ്പോൾ CPM-ന് മനസ്സിലുണ്ട്. കാരണം അദ്ദേഹം സർക്കാരിനെതിരെ തിരിഞ്ഞ് നീങ്ങുന്നത് BJP-യുടെ പാതയിൽ കൂടി തന്നെയാണ്. അയ്യപ്പ സംഘത്തിലും മറ്റും പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി CPM-ന്റെ 3-ാം ഭരണത്തെ താൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നു ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി, ബോർഡിന് വീഴ്ച പറ്റി. ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും ബോർഡ് പ്രസിഡന്റുമല്ല വെറും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് മാത്രമല്ല യാതൊരു പ്രാപ്തിയുമില്ലാതെ ശബരിമലയെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്. ഇതാണ് സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ 2 സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു പിന്തുണയും കിട്ടുന്നില്ല. അത് വലിയ ഒരു പ്രതിസന്ധി പിണറായി വിജയനും CPM-നും ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി തങ്ങളെ പിന്നിൽ നിർത്തുമെന്നത് ഏതായാലും പിണറായി വിജയൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും
കടൽ അലറി വന്നാലും വെള്ളാപ്പള്ളി നടേശൻ തന്റെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു പിണറായി വിജയൻ പ്രതീക്ഷിച്ചത്, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വിഷയങ്ങളിൽ. എന്നാൽ കൃത്യസമയത്ത് അതിബുദ്ധിമാനായ വെള്ളാപ്പള്ളി മലക്കം പറഞ്ഞു, സർക്കാരിനെതിരെ തിരിഞ്ഞു. ഇതിന്റെ ഉത്തരവാദി സർക്കാരാണ്, ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി സർക്കാരും ദേവസ്വം ബോർഡുമാണെന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി ഉറപ്പിച്ചു പറഞ്ഞതോടെ ഇപ്പോൾ തലയ്ക്ക് കിഴുക്ക് കിട്ടിയ അവസ്ഥയിലാണ് പിണറായിയും CPM.